ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് 35 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പല നടിമാരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പം തയ്യാറല്ല എന്നാണ് വരുന്നത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തെങ്കിലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതെ വളരെ നാളുകൾ, വർഷങ്ങളോളം ആ ഫയൽ അവിടെ കെട്ടിക്കിടന്നു. പക്ഷേ പിന്നീട് നിയമപരമായ ഉത്തരവുകൾ പലതും വന്നു. ഗവൺമെന്റ് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കി. ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്തവരെ 35 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിലെ 21 കേസുകൾ അവസാനിപ്പിച്ചു, കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തെന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ 14 കേസുകൾ കൂടി ഇനി അത് തീർപ്പാക്കാനുണ്ട്. അതിലെ വാദികൾക്ക് ആർക്കും കോടതിയിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് പോലീസ് ഈ കേസുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വരുന്നത്. അത് വാർത്ത ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. നിയമപരമായി ഒരു കേസും പോലീസിന് അവസാനിപ്പിക്കാൻ കഴിയില്ല. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടന വ്യവസ്ഥയുള്ളിടത്തോളം കാലം ഇന്ത്യയിലെ ഓരോ പൗരനും അനുഭവിക്കുന്ന അവരെ അക്രമം അല്ലെങ്കിൽ മോഷണം അല്ലെന്നെങ്കിൽ അവരെ വ്യക്തിപരമായി അവരെ കൊല്ലാൻ ശ്രമിക്കും, ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ വാദി ഗവൺമെന്റാണ്. ഒന്നാം സാക്ഷി മാത്രമാണ് പരാതിക്കാരൻ. കുറ്റച്ചാറ് ഗവൺമെന്റാണ് കോടതികളിൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു സംഭവം കോഗ്നിസബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന കേസുകളാണ് ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ളത്. ഭൂരിപക്ഷവും 7 വർഷത്തിനും 10 വർഷവും ശിക്ഷ കിട്ടാവുന്ന, ലൈഫ് ഇംപ്രസൻറ്റ് വരെ ശിക്ഷ കിട്ടാവുന്ന മൊഴികളാണ് അവിടെ കൊടുത്തത്. മൊഴികളൊക്കെ കൊടുത്തൊരു സാധാരണക്കാരൻ്റെ മുമ്പിലല്ല, ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരു ജസ്റ്റിസിന്റെ മുമ്പിലാണ് മൊഴി കൊടുത്തത്. റിട്ടയർ ചെയ്തെങ്കിലും ആ അധികാര പരിധിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ മുമ്പിൽ മൊഴി കൊടുത്തു, അത് കോഗ്നിസബിൾ ഒഫൻസിന്റെ മൊഴിയാണ്. അത് 5 വർഷം കഴിഞ്ഞാലും ശരി, ആ കേസുകൾ മുഴുവൻ അന്വേഷണത്തിനായിട്ട് ഗവൺമെന്റ് പോലീസിനെ കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് പോലീസ് DGPക്ക് ഏൽപ്പിച്ചു. അതനുസരിച്ച് നടപടികൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് 35 കേസുകൾ രജിസ്റ്റർ ചെയ്ത്. അതിനകത്ത് വാദിഭാഗത്ത് നിൽക്കുന്ന ചിലർക്ക് താല്പര്യമില്ലെങ്കിലും ഗവൺമെന്റിന്റെ താല്പര്യം ഉണ്ടാകണം. ഇന്ത്യയിലെ ക്രിമിനൽ നടപടിക്രമം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് യഥേഷ്ടം അത് അവസാനിപ്പിക്കാൻ പോലീസിന് കഴിയില്ല. കേസെടുത്തിട്ടെങ്കിൽ ആരുടെ മൊഴി വാർത്തയാണ് കേസെടുത്തെങ്കിൽ അവർക്ക് പിന്നീട് താല്പര്യമില്ലെങ്കിൽ, ആ കേസ് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ അത് കോടതി പറഞ്ഞാൽ മതി. പോലീസിനടുത്ത് പറയേണ്ട. വാദി പോലീസാണ്, അവര് ഒന്നാം വാദി മാത്രമാണ് എന്ന് നമ്മൾ കരുതണം. അതുകൊണ്ട് ഒരു കേസും പോലീസിന് നിയമപരമായി അവസാനിപ്പിക്കാൻ കഴിയില്ല. തെളിവുകൾ ചിലപ്പം പല കേസിനകത്ത് കുറവായിരിക്കും. തെളിവ് കുറഞ്ഞാലും ശരി, കോടതിയിലോട്ട് അത് ചാർജ് ഷീറ്റ് കൊടുക്കുക. കാരണം കോടതിയാണ് പരിശോധിക്കുന്നത്. വാദിയുടെ മൊഴി മാത്രം മതി ഒരു കേസിനകത്ത്. റിലയബിൾ ആണെങ്കിൽ ആ വാദിയുടെ മൊഴി മാത്രം മതി ഒരാളെ ശിക്ഷിക്കാൻ. സാക്ഷി വേണമെന്ന് നിർബന്ധമില്ല. ബാക്കി ഡിജിറ്റൽ എവിഡൻസും അല്ലെങ്കിൽ ഫോറൻസിക് എവിഡൻസും ആ വാദിയുടെ മൊഴി സപ്പോർട്ട് ചെയ്യുന്നതായാലും മതി. വാദി ഹോസ്റ്റൈലായാലും മറുകണ്ഠം ചാടിയാലും ശരി, ആ വാദിയുടെ മൊഴി, ആദ്യത്തെ മൊഴിയും അതനുസരിച്ചുള്ള എവിഡൻസും ഉണ്ടെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാം. അതുകൊണ്ട് ഈ 35 കേസുകളും അത് എഴുതി തള്ളാൻ പോലീസിന് കഴിയില്ല. കാരണം അതെല്ലാം നമ്മൾ ആലോചിച്ചോണം. ഒന്നെങ്കിൽ ഒരു റേപ്പ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ്, അല്ലെ സ്ത്രീത്വത്തെ അവമാനിച്ചത്, അല്ലെ സ്ത്രീത്വത്തെ അവഹേളിച്ചത്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സെക്ഷുവൽ അസാൾട്ട്, മ്ലേച്ഛമായ സംസാരം, വൾഗാരിറ്റി, ഇതൊക്കെ 3 വർഷം, 7 വർഷം അല്ലെങ്കിൽ 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അത് കോടതി പരിശോധിക്കട്ടെ. പോലീസിന് അത് അൺഡിക്റ്റഡ് ആകാൻ തെളിവില്ലെങ്കിൽ പക്ഷേ അത് റെഫർ ചെയ്ത് കളയാൻ പോലീസിന് കഴിയില്ല. വാദി പറഞ്ഞനുസരിച്ച് തോന്നുന്ന പോലെ വാദി പറയുമ്പം കേസെടുക്കുകയും പിന്നെ വാദി അത് വേണ്ടാന്ന് പറയുമ്പം തള്ളിക്കളയാനും പോലീസിന് കഴിയില്ല. അതൊക്കെ സിവിൽ കോടതിയിൽ പോയി നടത്തിക്കോളൂ. അവിടെ ഒരു കേസ് കൊടുത്തെങ്കിൽ അതിന് പിന്നെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ കേസ് വിഡ്രോ ചെയ്ത് നമുക്ക് നമ്മുടെ പാട്ടിന് പോകാം. പക്ഷെ പോലീസിന് ക്രിമിനൽ ഒഫൻസിന് അത് നടക്കില്ല. അത് മനസ്സിലാക്കിക്കോണം ആ ജനങ്ങൾ. കാരണം ക്രിമിനൽ കേസിന്റെ വാദി ഗവൺമെന്റാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഭരണഘടന അനുസരിച്ച് ബാധ്യസ്ഥ അതാത് ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് പോലീസിന് ആ അധികാരമാണ് ഉള്ളത്. അങ്ങനെയുള്ള കേസുകൾ
അത് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പോലീസിന് കഴിയില്ല. അവരെ വെറുതെ വിടാനും കഴിയില്ല. അവരുടെ കേസിന് അവർക്ക് താല്പര്യമില്ല, നടത്തുന്നില്ല എന്ന് പോലീസിന് പറയാൻ കഴിയില്ല. അത് പറയാൻ അവകാശം, അങ്ങനെ ഒരു വിധി പറയാൻ ആ വാദികൾ കോടതി പോയി പറഞ്ഞാൽ കോടതി നിശ്ചയിക്കും. അങ്ങനെയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇവിടെ ഈ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന ശേഷം അവിടെ പരാതി കൊടുത്ത ചിലര് ആ കേസുമായിട്ട് മുന്നോട്ട് പോയി. അതനുസരിച്ച് മുകേഷിനെതിരായിട്ട് 3-4 കേസുകൾ വന്നു. അതനുസരിച്ച് മണിയമ്പിള്ള രാജുവിന് കേസ് വന്നു, ഇടവേള ബാബുവിനും കേസ് വന്നു, പിന്നെ സിദ്ദിഖിന് കേസ്, എവിഡൻസ് ഉള്ള കേസ് വന്നു. അവരെല്ലാം ജാമ്യത്തിലാണ് എല്ലാവരും. അപ്പൊ അത് ഒരിക്കലും പോലീസിന് ഡ്രോപ്പ് ചെയ്യാൻ കഴിയില്ല. അത് കുറ്റച്ചാർജ് കൊടുത്തേ ഒക്കുള്ളൂ. പോലീസ് വികലമായ ഒരു അന്വേഷണ രീതി നടത്തി കുറ്റച്ചാർജ് കൊടുത്താലും ശരി, കോടതി പരിശോധിക്കും. കാരണം ആരെങ്കിലും അതിൻ്റെ സാക്ഷികളോ പൊതുജന നന്മയ്ക്ക് വരുന്നവരാരെങ്കിലും അത് റിട്ടുമായിട്ട് ഹൈക്കോടതി പോവാം. കോടതിക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത പരാതികൾ 35 പരാതികളും അത് മുഴുവൻ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് റെഫർ ചെയ്യാതെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിലാണ് കൊടുക്കേണ്ടത്. കോടതി നിശ്ചയിക്കട്ടെ എന്താണെന്ന്. പോലീസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഇന്ത്യൻ നിയമങ്ങളിൽ എങ്ങും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ 35 കേസ് അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതി പോയി പറഞ്ഞോളൂ. പോലീസ് അന്വേഷണം ക്രമമായിട്ട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് 35 കേസും അത് ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കണം. അതിൻ്റെ അകത്ത് എവിഡൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയല്ല, അങ്ങനെ എവിഡൻസ് ലഭിക്കുന്നില്ല എന്ന് കോടതിയിൽ പോലീസ് ബോധ്യപ്പെടുത്തിക്കോട്ടെ. പക്ഷെ കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. ആ കേസിൻ്റെ അകത്ത് തീരുമാനം എങ്ങനെയാണ് വേണ്ടതെന്ന് കോടതി നിശ്ചയിച്ചോളും. അതുകൊണ്ട് പോലീസിന് ഉപദേശം കൊടുത്തവരാ പലരും ഇത് എല്ലാം വാദികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലീസിനും താല്പര്യമില്ല എന്ന രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പോലീസിന് അധികാരമില്ല.